വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച നമുക്ക് തുടരാം. മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭയെ എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായും എറണാകുളം അതിരൂപതയെ എറണാകുളം അങ്കമാലി അതിരൂപതയായും പുനർനാമകരണം ചെയ്തത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തിയത് 1992 അതുവരെ തുല്യ അധികാര അവകാശങ്ങളുള്ള എറണാകുളം, ചങ്ങനാശ്ശേരി എന്നീ അതിരൂപതകളാണ് ഉണ്ടായിരുന്നത്. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ ഇല്ലാതിരുന്ന ഈ ഇരട്ട തല നിർത്തലാക്കേണ്ടത് ഒരു കാനോനിക ആവശ്യമായിരുന്നു. കാരണം സഭാചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സഭാ സംവിധാനമായിരുന്നു അത്. ഒരു രൂപതയിൽ തുല്യ അവകാശ അധികാരങ്ങളുള്ള 2 മെത്രാന്മാരുണ്ടായാലുള്ള സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഇടവകയിൽ 2 വികാരിമാരും. ഭരണപരമായ ഈ ക്രമക്കേടിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ലിറ്റർജി സംബന്ധമായ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായിട്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ നിശ്ചയപ്രകാരം 3 അംഗങ്ങളടങ്ങിയ ഒരു പൊന്തിഫിക്കൽ കമ്മീഷൻ 1992 സീറോ മലബാർ സഭയിലെ രൂപതകൾ സന്ദർശിച്ചത്. ന്യൂസിലാൻഡിലെ നൺഷിയോ ആയിരുന്ന ആർച്ച് ബിഷപ്പ് തോമസ് വൈറ്റ്, റോമിൽ സീറോ മലബാർ സഭ വൈദികർ താമസിച്ച് പഠിച്ചിരുന്ന ഡമഷീൻ കോളേജിലെ റെക്ടറും ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ മുൻ റെക്ടറുമായിരുന്ന ഫാദർ മൈക്കിൾ ഏഞ്ചൽ OCD, ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെ കൺസൾട്ടറുമായിരുന്ന ഫാദർ റോബർട്ട് ടാഫ്റ്റ് SJ എന്നിവരുമായിരുന്നു ഈ കമ്മീഷനിലെ അംഗങ്ങൾ. ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് 1993 ജനുവരി 29 നമ്മുടെ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിക്കൊണ്ടും എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന് നാമകരണം ചെയ്തുകൊണ്ടും അറിയിപ്പുണ്ടായത്. സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറെ ആയിരിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. മാത്രമല്ല മാർ ഏബ്രഹാം കാട്ടുമന സഭയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആയിരിക്കുമെന്ന മാർപ്പാപ്പയുടെ അറിയിപ്പുമുണ്ടായി. ഈ അറിയിപ്പുകൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായി ചങ്ങനാശ്ശേരിയെ പ്രഖ്യാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും വാദിക്കുകയും ചെയ്തിരുന്ന തെക്കൻ രൂപതകളിലെ പല വൈദികരിലും വലിയ അസ്വസ്ഥതയുളവാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ കുർബാനയിലുള്ള പങ്കാളിത്തം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായെന്നാണ് വൈറ്റ് കമ്മീഷന്റെ പരാമർശം. ഈ പരാമർശം ദുരുപദിഷ്ടമാണെന്ന് ഈ പറഞ്ഞ വൈദികർ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് 1993 സെപ്റ്റംബറിൽ എഴുതി. മാത്രമല്ല കമ്മീഷൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സീറോ മലബാർ സഭയിലേക്ക് സഭയോട് വത്തിക്കാൻ കാണിച്ച അനാദരവും ധിക്കാരവുമായാണ് അവർ വ്യാഖ്യാനിച്ചത്. മാത്രമല്ല ആർച്ച് ബിഷപ്പ് തോമസ് വൈറ്റിന് സീറോ മലബാർ സഭയെപ്പറ്റി ഒന്നും അറിയില്ലെന്നും ഫാദർ മൈക്കിൾ ഏഞ്ചൽ ലത്തീൻ കാനോൻ നിയമ വിദഗ്ധൻ മാത്രമാണെന്നും റോബർട്ട് ടാഫ്റ്റ് ആകട്ടെ നിലപാടുകൾ മാറ്റുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളാണെന്ന് പോലും അവർ വിശേഷിപ്പിച്ചു. പൗരസ്ത്യ ആരാധനക്രമ വിദഗ്ധൻ എന്ന് ലോകം അംഗീകരിച്ചിരുന്ന വ്യക്തിയും പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെ ആരാധനക്രമ വിഷയങ്ങളിലെ ആലോചനക്കാരനുമായിരുന്ന ഫാദർ റോബർട്ട് ടാഫ്റ്റിന് സീറോ മലബാർ ആരാധനക്രമത്തെപ്പറ്റി ഒന്നും അറിയില്ലെന്നാണ് ഇവർ പരിശുദ്ധ സിംഹാസനത്തെ അറിയിച്ചത്. അതേസമയം 1980-ലും 83-ലും 85-ലും അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുകയും കോട്ടയം വടവാതൂർ സെമിനാരിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തിരുന്നുവെന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. കേരളത്തിലെ രൂപതകൾ സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ ലിറ്റർജിയിലെ ചില നീക്കുപോക്കുകൾ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ശക്തമായ വിമർശനത്തിന് വിധേയനായത്. മാർപ്പാപ്പ നിയമിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് മാർ ഏബ്രഹാം കാട്ടുമനെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പ്രസ്തുത വൈദികർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയെന്ന് മാത്രമല്ല, ചില അൽമായ ഗ്രൂപ്പുകൾ അസഭ്യ വാക്കുകൾ പോലും ചൊരിഞ്ഞ് സഭാന്തരീക്ഷം മലീമസമാക്കുകയും ചെയ്തു. മാർ കാട്ടുമനയ്ക്കെതിരെ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അയച്ച കത്തുകളിലെ ആരോപണങ്ങളും പരാതികളും
നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. മാർ കാട്ടുമനയുടെ നിയമനം ഒരു ഷോക്കായിരുന്നു. കാരണം അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതാംഗമാണ്. എറണാകുളം അതിരൂപതയിലെ ഒരു അംഗത്തെ തെരഞ്ഞെടുത്തതിലൂടെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നവർ എഴുതി. സീറോ മലബാർ സഭയുടെ തനിമയ്ക്കും പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിനും അദ്ദേഹം ദോഷം ചെയ്യുമത്രേ. അദ്ദേഹം മാർ ആന്റണി പടിയറയോട് ചേർന്ന് സഭയെ ലത്തീനീകരിക്കുകയും എന്തിന് നശിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു രണ്ടാമത്തെ ആരോപണം. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന മറ്റൊരാരോപണവും അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കപ്പെട്ടു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെയും പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെയും ഒരു കുഴലൂത്തുകാരൻ മാത്രമാണ് മാർ കാട്ടുമനയെന്നും അതുകൊണ്ട് തന്നെ വത്തിക്കാനിലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യാലയം ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണമെന്നും അവരാവശ്യപ്പെട്ടു. മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് അധികാരം ലഭിച്ചു എന്നുള്ളത് കാട്ടുമനയുടെ അവകാശവാദം മാത്രമാണെന്നും അവർ പറയാൻ ശ്രമിച്ചു. 65-ാം വയസ്സിൽ വടവാതൂർ സെമിനാരിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ താമസം തുടരാൻ ശ്രമിച്ച റെക്ടറോട് താമസം മാറാൻ മാർ കാട്ടുമന ആവശ്യപ്പെട്ടു അത്രേ. 64-ഉം 71-ഉം വയസ്സുള്ള മറ്റ് 2 സീനിയർ വൈദികരെ തുടർന്നും സെമിനാരിയിൽ താമസിക്കാൻ മാർ കാട്ടുമന അനുവദിച്ചു അത്രേ. റോമിന് സംവരണം ചെയ്തിരുന്ന ആരാധനക്രമ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യാൻ അനുവദിച്ചു. റോമിന് സംവരണം ചെയ്തിരുന്ന മെത്രാൻ നിയമനം അദ്ദേഹം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മറ്റൊരു ഗുരുതരമായ ആരോപണം. ഈ ആരോപണങ്ങളുടെ കഥയില്ലായ്മയെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞാലേ നമ്മുടെ ചർച്ച പൂർണ്ണമാവുകയുള്ളൂ. മാർപ്പാപ്പ നിയമിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് അധികാരം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടതായി ആരോപണകർത്താക്കൾ പറയുന്നു. അതേസമയം മാർ ആൻഡ്രൂസ് താഴത്തിനും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനും മാർപ്പാപ്പ നേരിട്ട് കൊടുത്തതിൽ ഇക്കൂട്ടർക്ക് പരാതിയില്ലതാനും. സെമിനാരിയിൽ പഠിപ്പിക്കുന്നവർ 65-ാം വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നുള്ളതും സെമിനാരിയിൽ നിന്ന് താമസം മാറ്റണമെന്നുള്ളതും പൊതു നിയമമാണ്. അവിടെ താമസിച്ച് കൽദായ ലോബിയെ ശക്തിപ്പെടുത്താനുള്ള മുൻ റെക്ടറുടെ ശ്രമം തടഞ്ഞതിലുള്ള പരിഭവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേസമയം 64-ഉം 71-ഉം വയസ്സുള്ള 2 വൈദികരെ തുടർന്നും സെമിനാരിയിൽ താമസിപ്പിക്കാൻ അനുവദിച്ചത് അവർ അവരുടെ ആധ്യാത്മിക പിതാക്കന്മാരായതുകൊണ്ടാണ്. അവർക്ക് പ്രായപരിധി ബാധകമേ അല്ല. റോമിന് സംവരണം ചെയ്യപ്പെട്ടിരുന്ന ആരാധനക്രമ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചതും മെത്രാൻ നിയമനത്തെപ്പറ്റി അന്വേഷണം ആരംഭിച്ചതും റോമിൻ്റെ തന്നെ അറിവോടും സമ്മതത്തോടും കൂടിയാണെന്നതാണ് യഥാർത്ഥ വസ്തുത. ചുരുക്കത്തിൽ മാർപ്പാപ്പയോട് അനുസരണവും വിധേയത്വവുമുള്ളവരും പുരോഹിത പട്ടം സ്വീകരിച്ചപ്പോൾ സുവിശേഷ ഗ്രന്ഥം സാക്ഷിയാക്കി അനുസരണം പ്രഖ്യാപിച്ചവരും 1993-ൽ മാർപ്പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ തള്ളിപ്പറഞ്ഞതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്നത് വിചിത്രമായിരിക്കുന്നു. 2022-ൽ നിയമിതനായ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തിനോടും 23-ൽ നിയമിതനായ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനോടും വിധേയത്വം കാണിക്കുന്നില്ലെന്നാരോപിച്ച് എറണാകുളത്തെ വൈദികരെ അവർ പറയുന്നതിലെ യുക്തി ദുരൂഹമായിരിക്കുന്നു. ഒരു പക്ഷേ അവർക്ക് ഓർമ്മശക്തി കുറവായതായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം.